ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ഹരിഷ്ണ. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ സഭാതലം സംഭവബഹുലമായി. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ വോക്കൌട്ടും പുതുതായി സഭയിലെത്തിയ BJP അംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളുമെല്ലാം ചേർന്ന് ഇന്ന് സഭാതലം ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേള ഒഴിവാക്കി ആദ്യ അജണ്ടയായി ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചായിരുന്നു നടപടിക്രമങ്ങളുടെ തുടക്കം. ഭരണകക്ഷിയിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും പ്രതിപക്ഷ നിരയിൽ നിന്ന് CPI അംഗം മുഹമ്മദ് മുഹസിനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. 9 മണിക്ക് സഭയിലെത്തിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കത്തിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അംഗങ്ങൾക്കായി വിശദീകരിച്ചു. മുഹമ്മദ് മുഹസിനു വേണ്ടി 2 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പിണറായി വിജയൻ നാമനിർദ്ദേശം ചെയ്ത് K രാജൻ പിന്താങ്ങിയ പത്രികയായിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് P പ്രസാദ് നിർദ്ദേശിക്കുകയും PK പ്രവീൺ പിന്താങ്ങുകയും ചെയ്തതായിരുന്നു. ഷാനിമോൾ ഉസ്മാനു വേണ്ടി 3 പത്രികകൾ ലഭിച്ചിരുന്നു. VD സതീശനാണ് ആദ്യ പത്രികയിൽ ഷാനിമോളെ നാമനിർദ്ദേശം ചെയ്തത്. സണ്ണി ജോസഫ് ഈ പത്രിക പിന്താങ്ങി. രണ്ടാമത്തെ പത്രിക PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും KM ഷാജി പിന്താങ്ങിയതുമായിരുന്നു. മോൻസ് ജോസഫ് നിർദ്ദേശിച്ച് അനൂപ് ജേക്കബ് പിന്താങ്ങിയ പത്രികയായിരുന്നു മൂന്നാമത്തേത്. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം സാധുവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വോട്ടിങ്ങിനുള്ള നടപടി തുടങ്ങിയത്. ബാലറ്റ് പേപ്പറിൽ ഒന്നാമതായി ഷാനിമോളുടെയും രണ്ടാമതായി മുഹസിന്റെയും പേരുകളായിരുന്നു അച്ചടിച്ചിരുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിപ്പിടത്തിലെ 1ാം നിരയിലെ മന്ത്രിമാരുടെ ഊഴത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂരിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം കുഞ്ഞികൃഷ്ണനായിരുന്നു അവസാനത്തെ ബാലറ്റ് പെട്ടിയിലിട്ടത്. അരമണിക്കൂറോളം നീണ്ട വോട്ടെടുപ്പിന് ശേഷം ഫലം വന്നപ്പോൾ 99 വോട്ടുകൾ നേടി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്തെ മത്സരാർത്ഥി മുഹമ്മദ് മുഹസിന് 34 വോട്ടുകളാണ് നേടാനായത്. ആകെ 140 അംഗങ്ങളുള്ള സഭയിൽ UDF MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, LDF അംഗമായ CK ഹരീന്ദ്രൻ എന്നിവർ ഹാജരായിരുന്നില്ല. സ്വന്തം മത്സരാർത്ഥി ഇല്ലാത്തതിനാൽ BJPയുടെ 3 അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സമീപമുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റിലേക്ക് മാറിയിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിലെത്തുന്നത്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് KPCCയിലും AICCയിലും അംഗമായി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ, ആലപ്പുഴ നഗരസഭ മുൻ അധ്യക്ഷ എന്ന നിലയിലും പ്രവർത്തിച്ചു. 2019 അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2026 അരൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും ഷാനിമോൾ ഇക്കുറി സഭയിലെത്തുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കർ 10 മിനിറ്റ് നേരത്തേക്ക് സഭാ നടപടികൾ നിർത്തിവെച്ചു. വീണ്ടും ചേർന്നപ്പോൾ മുൻ മന്ത്രി TU കുരുവിള, മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, മുൻ MP KP ധനപാലൻ എന്നിവർക്ക് ചരമോപചാരമായിരുന്നു ആദ്യ അജണ്ട. സ്പീക്കർ ചരമോപചാര പ്രമേയം വായിച്ച ശേഷം സഭാംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മൗനമാചരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് പാറയ്ക്കൽ അബ്ദുള്ള, K പ്രേംകുമാർ, VP സജീന്ദ്രൻ എന്നിവരെ 16ാം കേരള നിയമസഭയുടെ ചെയർമാൻ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു. ശൂന്യവേള ആരംഭിച്ചത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസോടെയായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക ലഭ്യതക്കുറവും മൂലം നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വില വർധനവിനെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രിയും CPM അംഗവുമായ KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റം വരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം പൂർണ്ണമായി പഠിച്ചു തീരുമാനമെടുക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകി. സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും വിലക്കയറ്റം സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാർ ഇന്ധനത്തിന്റെ അധിക നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വില വർധന അവസാനിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും വിഷയം ഗൗരവമായി കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി ബാലഗോപാൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു.
വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വളരെ ദൗർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം BJP അംഗം BB ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത് അല്പനേരം സഭയിൽ വാദപ്രതിവാദത്തിന് കാരണമായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തതിനാൽ BJP അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകാനാകില്ലെന്നും എന്നാൽ പുതിയ അംഗമെന്ന നിലയിൽ ഒരു എക്സെപ്ഷണൽ കേസായി എടുത്ത് ചുരുക്കി സംസാരിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. സംസാരിച്ചു തുടങ്ങിയ BJP അംഗം പ്രധാനമന്ത്രിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകി. അതുകേട്ട് LDF MLA-മാർ ബഹളം വെച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ രോഷാകുലരായ LDF MLA-മാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് BB ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായതെന്ന് തോന്നുന്നുവെന്നും സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാരമനസ്കത വേണ്ടേ എന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാരമനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. വാക്കൌട്ട് പ്രസംഗത്തിനു ശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് വേണ്ടിയിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. BJP MLA ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവയ്പ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിച്ചു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് മൂലമുള്ള സാമൂഹിക പ്രശ്നം ചൂണ്ടിക്കാട്ടി VP സജീന്ദ്രൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി AP അനിൽകുമാർ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയെന്നത് ഈ സർക്കാരിന്റെ നിലപാടാണെന്ന് സഭയിൽ ഉറപ്പു നൽകി. അവിടത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 7 കുടുംബങ്ങളെയും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശനും വിശദീകരിച്ചു. ആ വിഷയത്തിൽ രമ്യമായി പരിഹാരമുണ്ടാക്കുമെന്നും ഭൂമിയും വീടും നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടായത് ശരിയായില്ലെന്ന് KN ബാലഗോപാൽ വിമർശിച്ചപ്പോൾ ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് പരിക്കുപറ്റിയതാണെന്നും അവിടെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സ്തംഭിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗം സജി ചെറിയാന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി KM ഷാജി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ഭരണ പ്രതിപക്ഷ നിരയിലെ 19 അംഗങ്ങളും BJP അംഗം V മുരളീധരനും സംസാരിച്ചു. ഭരണപക്ഷാംഗം M വിൻസെന്റാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ്, വീക്ഷണം.